ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിലെ ഏകദേശം എല്ലാ ഡെസ്കുകളും കണ്ടുവരുന്ന ഒരു ഡെസ്കിൽ വെക്കുന്ന ഒരു ഓർഗനൈസർ പ്ലസ് നല്ലൊരു ഡെക്കോറായിട്ടും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. അതിനും വേണ്ടി എല്ലാവരും എടുക്കൽ ഫോം ഷീറ്റാണ്. ഫോം ബോർഡാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡാണ്. കാരണം ഫോം ബോർഡ് എൻ്റെ കയ്യിലില്ല. കാർഡ്ബോർഡ് ആയെങ്കിൽ എന്താ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് കാർഡ്ബോർഡ് റോൾസ് എടുത്തിട്ടുള്ളതിൻ്റെയൊക്കെ വലുപ്പം വെച്ച് നോക്കി വന്നപ്പോൾ 2 ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കട്ടിയുള്ളൊരു ചാർട്ട് പേപ്പറോ എന്തോ ഒരു പേപ്പർ വെച്ച് ക്രിസ്മസിനെ വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴൊന്നും ടൈം കിട്ടിയില്ല എന്നെല്ലാം എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കത് കാർഡ്ബോർഡ് റോളിൻ്റെ ചുറ്റിലും ഈ ഒരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു പേപ്പറുണ്ട്. അത് ചുറ്റി കൊടുത്തതിന് ശേഷം ഗ്ലൂ തേച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ. പിന്നെ ഞാൻ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് പിന്നെ അറ്റത്ത് ഒട്ടിക്കാൻ നേരത്ത് ഫെവി ബോണ്ട് ആയിരിക്കും നല്ലത്. പിന്നെ പുട്ട് കുത്തുന്ന മാതിരി കുത്തി കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് പിന്നെ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാതും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം കവർ ചെയ്തെടുക്കുക. അതിന് നമുക്ക് ഫസ്റ്റ് ഞാനിത് ഒരേ അളവിൽ മുറിച്ചെടുക്കുക. ഒന്ന് മുറിക്കുമ്പോൾ മറ്റേത് ചെറുതായി പോകും, മറ്റേത് മുറിക്കുമ്പം ഇത് ചെറുതായി പോകും. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഉള്ളതും ഒരു സൈസിലാണ്ട് മുറിച്ചെടുത്ത് പിന്നീട് ചാർട്ട് പേപ്പർ വെച്ച് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒന്ന് ഞാൻ ചാർട്ട് പേപ്പർ വെച്ചും ഒന്ന് ഞാൻ വാൾപേപ്പർ വെച്ചാണ് കവർ ചെയ്തിട്ടില്ല. വാൾപേപ്പർ വെച്ച് കവർ ചെയ്യണം നിൻ്റെ കേടാന്നൊക്കെ തോന്നുക. ഒട്ടും നീറ്റ്നെസ് ചെയ്യുന്നു. നിങ്ങൾ ചാർട്ട് പേപ്പറോ ഫയൽ പേപ്പറോ ഒക്കെ തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിക്കാൻ നോക്കിയപ്പോൾ കാറ്റത്ത് മരമ്പ് കണക്കിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ചപ്പോൾ അവസ്ഥ. ഇത് നല്ല ഹൈറ്റുള്ള പോലെ തോന്നി. പിന്നെ ഞാൻ ചെറുതാക്കി അങ്ങനെ ഒരുവിധം ഓക്കെ ആയി തോന്നി. പിന്നെ എന്താ അതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ വലിച്ച് പറിച്ചിട്ടതൊക്കെ ഇതിങ്ങനെ വെച്ചപ്പോഴാണ് എനിക്കൊന്നും കൂടി ബോക്സിൻ്റെ പുറത്ത് വെച്ചപ്പോഴാണ് ഭംഗി തോന്നി. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.